സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. ശ്രീനിവാസന്റെ ഭൗതിക ശരീരത്തിനരികെ മമ്മൂട്ടിയും മോഹൻലാലും സത്യനന്ദിക്കാടും. ഈ ചിത്രം കണ്ടപ്പോൾ എണ്ണിയാലൊടുങ്ങാത്ത സിനിമകളും രംഗങ്ങളുമാണ് എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത്. ഓരോ മലയാളിക്കും അങ്ങനെ തന്നെയാണ് എന്നാണ് തോന്നുന്നത്. ശ്രീനിവാസൻ ഇനി ഇല്ല എന്ന യാഥാർത്ഥ്യത്തിന് മുന്നിലാണ് ഈ മൂന്ന് പേരും ഇങ്ങനെയിരിക്കുന്നത്. അതാണ് ഈ ചിത്രം മലയാളിക്ക് അത്രയേറെ സങ്കടകരമായി മാറുന്നത്. ആദ്യമായി മമ്മൂട്ടിക്ക് പ്രതിഫലം നൽകിയത് ശ്രീനിവാസനായിരുന്നു എന്നതടക്കമുള്ള 5 കാര്യങ്ങൾ പറയാനാണ് ഈ വീഡിയോയുമായി വന്നത്. മോഹൻലാലുമായി പിണക്കം ശ്രീനിവാസൻ ഹൃദയപൂർവ്വം തീർത്തത് ഈ ഘട്ടത്തിൽ ഓർമ്മിക്കേണ്ട കാര്യവുമാണ്. ഒപ്പം രജനീകാന്ത് ശ്രീനിയെ ഒരിക്കൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ഇങ്ങനെ അധികം ആരും അറിയാത്ത ശ്രീനിവാസന്റെ പല കാര്യങ്ങളും നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. മോഹൻലാൽ ശ്രീനിവാസൻ കോമ്പിനേഷനിലുള്ള കഥാപാത്രങ്ങളാണ് മലയാളികളുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞിട്ടുള്ളത്. ദാസനും വിജയനും തുടങ്ങി അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്, എണ്ണിയാൽ ഒടുങ്ങാത്ത കഥാപാത്രങ്ങളുണ്ട്. അപ്പോഴും മോഹൻലാലുമായി ചില സ്വരച്ചേർച്ചയില്ലായ്മയും ശ്രീനിവാസൻ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ച് വിശദമായി ഞാൻ പിന്നാലെ പറയാം. അതിനു മുമ്പ് മമ്മൂട്ടിയും ശ്രീനിവാസനുമായുള്ള ബന്ധത്തിൻ്റെ ആഴം പറയാം. മമ്മൂട്ടിയുമായിട്ടാണ് ശ്രീനിവാസന് കൂടുതൽ പഴയ ബന്ധമെന്ന് പറയാം. കാരണം ഇരുവരും പഴയ സുഹൃത്തുക്കളാണ്. ഒരുപക്ഷെ സിനിമയിൽ ഒന്നുമാകുന്നതിന് മുമ്പ് തന്നെ സുഹൃത്തുക്കളാണ്. ആ സൗഹൃദം തുടങ്ങുന്നത് മേള എന്ന സിനിമ തൊട്ടാണ്. അതായത് 1980-കളിൽ മമ്മൂട്ടിക്ക് മേളയിൽ ശ്രദ്ധിക്കപ്പെട്ട വേഷം കിട്ടാൻ കാരണക്കാരനായത് ശ്രീനിവാസനാണ്. ചിത്രത്തിലേക്ക് ഒരു പുതുമുഖത്തെ തിരയുമ്പോൾ ശ്രീനിവാസനാണ് മമ്മൂട്ടിയുടെ പേര് നിർദ്ദേശിച്ചത്. മമ്മൂട്ടിക്ക് സിനിമയിൽ നിന്ന് കിട്ടിയ ആദ്യ പ്രതിഫലമായ 500 രൂപ അതിൻ്റെ ചെക്ക് കൈമാറിയതും ശ്രീനിവാസനായിരുന്നു. അവിടെ തുടങ്ങിയതാണ് വെള്ളിത്തിരയ്ക്കപ്പുറം വ്യക്തിജീവിതത്തിലും ആഴത്തിൽ വേരൂന്നിയ ആ സൗഹൃദം. പിന്നീട് ശ്രീനിവാസന്റെ വിവാഹത്തിന് താലിമാല വാങ്ങാൻ 2000 രൂപ നൽകിയത് മമ്മൂട്ടിയാണ്. കല്യാണ ആവശ്യത്തിന് ഇന്നസെന്റ് 400 രൂപയും നൽകി. അങ്ങനെ ഒരു ക്രിസ്ത്യാനി തന്ന 400 രൂപയും മുസ്ലിമായ മമ്മൂട്ടി തന്ന 2000 രൂപയും കൊണ്ട് ഒരു ഹിന്ദു പെണ്ണിൻ്റെ കഴുത്തിൽ താൻ താലി ചാർത്തിയെന്ന് ശ്രീനിവാസൻ പറഞ്ഞു. പിന്നെ എന്ത് മതം, എന്ത് ജാതി എന്ന ഒരു വേദിയിൽ ശ്രീനിവാസൻ ചോദിക്കുകയും ചെയ്തു. അതുമല്ല, മമ്മൂട്ടിക്കായി 1-ലധികം സിനിമകളിൽ ശ്രീനിവാസൻ ശബ്ദവും നൽകിയിട്ടുണ്ട്. മമ്മൂട്ടിയെ പോലെ ശ്രീനിവാസന് സൗഹൃദമുള്ള വലിയൊരു സൂപ്പർ സ്റ്റാർ ഉണ്ട്, രജനീകാന്ത്. ഇരുവരും ചെന്നൈയിലെ അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സഹപാഠികളായിരുന്നു. അതും അധികം ആർക്കും അറിയാത്ത കാര്യങ്ങളാണ്. ശ്രീനിവാസന്റെ സ്ക്രീൻ ടെസ്റ്റ് കണ്ട ശേഷം രജനീകാന്ത് അദ്ദേഹത്തെ അഭിനന്ദിച്ചു. അവിടെ തുടങ്ങുകയാണ് ആ സൗഹൃദം. ശ്രീനിവാസൻ തിരക്കഥ എഴുതി അഭിനയിച്ച കഥ പറയുമ്പോൾ 2007-ൽ പുറത്തിറങ്ങിയ ആ സിനിമ കണ്ട ശേഷം രജനീകാന്ത് വികാരാധീനനാവുകയും ശ്രീനിവാസനെ കെട്ടിപ്പിടിച്ച് കരയുകയും ചെയ്തു. കാരണം രജനിയുടെ ജീവിതകഥയോട് ചേർന്ന് നിൽക്കുന്നതായിരുന്നു ആ കഥ. പിന്നീട് ഈ കഥ പറയുമ്പോൾ എന്ന സിനിമ തമിഴിൽ ഇറങ്ങി. തമിഴ് പതിപ്പായ കുസേലനിൽ രജനീകാന്ത് ഇവിടെ മമ്മൂട്ടി അഭിനയിച്ച വേഷം കൈകാര്യം ചെയ്യുകയും ചെയ്തു. ഏറ്റവും ഒടുവിൽ ശ്രീനിവാസന്റെ മരണ വാർത്ത അറിഞ്ഞ് ഹൃദയഭേദകമെന്നാണ് രജനീകാന്ത് പ്രതികരിച്ചത്. ഇനി മോഹൻലാലിൻ്റെ കാര്യത്തിലേക്ക് വരാം. ആദ്യം മോഹൻലാൽ ശ്രീനിവാസനെ കുറിച്ച് ഹൃദയം തൊട്ടെഴുതിയ ഫേസ്ബുക്ക് കുറിപ്പ് ഞാൻ വായിക്കാം. അതിൽ തന്നെ അവർ തമ്മിലുള്ള ബന്ധത്തിൻ്റെ എല്ലാ വശങ്ങളുമുണ്ട്. യാത്ര പറയാതെ ശ്രീനി മടങ്ങി എന്ന് പറഞ്ഞുകൊണ്ടാണ് മോഹൻലാൽ കുറിപ്പ് ആരംഭിക്കുന്നത്. ശ്രീനിയുമായുള്ള ആത്മബന്ധം വാക്കുകളിൽ എങ്ങനെ ഒതുക്കുമെന്നറിയില്ല. സിനിമയിൽ ഒരുമിച്ച് പ്രവർത്തിച്ചവർ എന്ന നിർവചനത്തിനും എത്രയോ മുകളിലായിരുന്നു ഞങ്ങളുടെ സ്നേഹബന്ധം. ഓരോ മലയാളിക്കും ശ്രീനിയോടുള്ള ആത്മബന്ധവും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. മലയാളി തൻ്റെ സ്വന്തം മുഖം ശ്രീനി സൃഷ്ടിച്ച കഥാപാത്രങ്ങളിൽ കണ്ടു. സ്വന്തം വേദനകളും സന്തോഷങ്ങളും ഇല്ലായ്മകളും അദ്ദേഹത്തിലൂടെ സ്ക്രീനിൽ കണ്ടു. മധ്യവർഗത്തിൻ്റെ സ്വപ്നങ്ങളും സ്വപ്നഭംഗങ്ങളും ആവിഷ്കരിക്കാൻ ശ്രീനിയെപ്പോലെ മറ്റാർക്ക് കഴിയും? ഞങ്ങൾ ഒന്നിച്ച കഥാപാത്രങ്ങൾ കാലാതീതമായി നിലനിൽക്കുന്നത് ശ്രീനിയുടെ എഴുത്തിലെ മാജിക്ക് ഒന്നുകൊണ്ട് മാത്രമാണ്. ദാസനും വിജയനും ഏതൊരു മലയാളിക്കും സ്വന്തം ആളുകളായി മാറിയത് ശ്രീനിയുടെ അനുഗ്രഹീതമായ രചനാവൈഭവം ഒന്നുകൊണ്ടാണ്. സമൂഹത്തിൻ്റെ പ്രതിഫലനമായിരുന്നു അദ്ദേഹത്തിൻ്റെ സൃഷ്ടികൾ. വേദനയെ ചിരിയിൽ പകർത്തിയ പ്രിയപ്പെട്ടവൻ. സ്ക്രീനിലും ജീവിതത്തിലും ഞങ്ങൾ ദാസനെയും വിജയനെയും പോലെ ചിരിച്ചും രസിച്ചും പിണങ്ങിയും ഇണങ്ങിയും എക്കാലവും സഞ്ചരിച്ചു. പ്രിയപ്പെട്ട ശ്രീനിയുടെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. ആ പിണങ്ങി ഇണങ്ങി എന്ന വാക്കുകളിലാണ് സമീപകാലത്തെ മോഹൻലാൽ ശ്രീനിവാസൻ ബന്ധം കിടക്കുന്നത്. ആ പിണക്കത്തിൻ്റെ തുടക്കം ഉദയനാണ് താരം എന്ന ചിത്രത്തിൻ്റെ തുടർച്ച എന്നുള്ള രീതിയിൽ ശ്രീനിവാസൻ ഒരുക്കിയ പത്മശ്രീ ഭരത് ഡോക്ടർ സരോജ് കുമാർ എന്ന ചിത്രത്തിലെ കഥാപാത്രം മോഹൻലാലിനെ അധിക്ഷേപിക്കുന്ന രീതിയിലാണെന്നുള്ള വലിയ ആക്ഷേപം ഉയർന്നു. എന്നാൽ പിന്നീട് അസുഖബാധിതനായ ശേഷം ഒരു പൊതുവേദിയിൽ മോഹൻലാൽ ശ്രീനിവാസനെ ചുംബിച്ചു.
മോഹൻലാൽ തന്നെ ചുംബിച്ചപ്പോൾ എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ കംപ്ലീറ്റ് ആക്ടർ എന്ന് വിളിക്കുന്നതെന്ന് തനിക്ക് മനസ്സിലായി എന്നായിരുന്നു ശ്രീനിവാസൻ്റെ പരിഹാസം കലർന്ന മറുപടി. അദ്ദേഹം പൊതുവേദിയിലും, അതായത് മോഹൻലാൽ പൊതുവേദിയിലും അഭിനയിക്കുകയായിരുന്നു എന്നുള്ള സൂചനയാണ് ശ്രീനിവാസൻ ഈ വാക്കുകളിലൂടെ നൽകിയത്. മോഹൻലാലിൻ്റെ കാപട്യങ്ങളെ താൻ പലപ്പോഴും തുറന്നു കാട്ടിയിട്ടുണ്ടെന്നും ബന്ധം അത്ര സുഖകരമായിരുന്നില്ല എന്നും അദ്ദേഹം ഒരു അഭിമുഖത്തിൽ പറയുകയും ചെയ്തു. എന്നാൽ പിന്നീട് സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്ത ഹൃദയപൂർവ്വം എന്ന സിനിമ, ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ മോഹൻലാലിൻ്റെ ചിത്രം, ആ സിനിമയുടെ സെറ്റിൽ വെച്ച് ശ്രീനിവാസൻ മോഹൻലാലിനെ കാണുകയും ആ പരാമർശങ്ങളിൽ, അതായത് നേരത്തെ നടത്തിയ പരാമർശങ്ങളിൽ മാപ്പ് ചോദിക്കുകയും ചെയ്തതായി മകൻ ധ്യാൻ ശ്രീനിവാസൻ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ പോട്ടെ ശ്രീനി, അതിനെക്കുറിച്ച് ഇനി സംസാരിക്കേണ്ടതില്ല എന്നായിരുന്നു ചിരിച്ചുകൊണ്ട് മോഹൻലാൽ ഈ ശ്രീനിവാസൻ്റെ മാപ്പ് പറയലിന് നൽകിയ മറുപടി. അതോടെ എല്ലാ പിണക്കങ്ങളും ഇണക്കങ്ങളിലേക്ക് വഴിമാറിയെന്ന് സത്യൻ അന്തിക്കാട് തന്നെ പിന്നീട് പറഞ്ഞു. ഒടുവിലിതാ ശ്രീനിവാസൻ മോഹൻലാലിൻ്റെ പ്രിയപ്പെട്ട വിജയൻ വിടവാങ്ങുകയാണ്. സിനിമയ്ക്ക് പുറത്തുള്ള ശ്രീനിവാസനെ നോക്കിയാൽ അദ്ദേഹം നടത്തിയ ചില പരാമർശങ്ങളിലൂടെ ഏറെ വിമർശനങ്ങൾ അദ്ദേഹം കേട്ടു. ക്യാൻസർ രോഗത്തെക്കുറിച്ചും മരുന്നുകളെക്കുറിച്ചും പച്ചക്കറികളെക്കുറിച്ചും ശ്രീനിവാസൻ നടത്തിയ പരാമർശങ്ങൾ വലിയ വിവാദമായിരുന്നു. പിന്നെ 2020 പാർട്ടിയിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ പ്രവേശനം, അതൊക്കെ വലിയ വിവാദമായിരുന്നു. എന്നാൽ പിന്നീട് അസുഖം വന്നപ്പോൾ അദ്ദേഹം ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ സഹായം തേടിയതും വലിയ രീതിയിൽ ചർച്ചയായി, സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ചയായി. ശ്രീനിയുടെ രാഷ്ട്രീയ വിമർശനങ്ങളും വലിയ വിവാദമായി. പുതിയ കാലത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ അറിവില്ലാത്തവരാണെന്നും രാഷ്ട്രീയ കൊലപാതകങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നവരാണെന്നും ശ്രീനിവാസൻ പറഞ്ഞത് വലിയ രീതിയിൽ ചർച്ചയായി. ജവഹർലാൽ നെഹ്റു സർദാർ വല്ലഭായ് പട്ടേലിനെ ചതിച്ചാണ് അധികാരത്തിലേറിയതെന്ന ശ്രീനിവാസന്റെ പ്രസ്താവന കോൺഗ്രസ് അനുഭാവികൾക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായി. മോദിയും അദാനിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നിങ്ങളൊന്നും കേട്ടില്ലേ എന്ന ചോദ്യത്തിലൂടെ ഈ ബന്ധത്തിൽ ചില സംശയങ്ങളുണ്ടെന്ന് അദ്ദേഹം ഒരു പൊതുവേദിയിൽ പ്രകടിപ്പിച്ചു. ഇങ്ങനെ പോകുന്നു സിനിമയ്ക്ക് പുറത്തെ ശ്രീനിവാസനും അദ്ദേഹം ഉണ്ടാക്കിയ വിവാദങ്ങളും. അപ്പോഴും അദ്ദേഹം സൃഷ്ടിച്ച സിനിമകൾ, കഥാപാത്രങ്ങൾ, അതിലൂടെ മുന്നോട്ട് വെച്ച സാമൂഹ്യ വിമർശനം, അത് പലപ്പോഴും വലതുപക്ഷത്തിന് ആയുധം നൽകുന്നു എന്നുള്ള വിമർശനം ഉയരുമ്പോഴും ഓരോ മലയാളിയും അവനവനിലോ അയലത്തോ കാണുന്ന മനുഷ്യരെയാണ് ശ്രീനിവാസൻ അഭ്രപാളിയിലേക്ക് കൊണ്ടുവന്നത്, തിരക്കഥയിൽ ഉൾപ്പെടുത്തിയത്, കഥാപാത്രങ്ങളാക്കിയത്. അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളോട് ഇടത്തരക്കാർക്ക് ഇഷ്ടം കൂടാനുള്ള കാരണവും അത് തന്നെയാണ്. കാരണം താൻ തന്നെയല്ലേ ഇത് എന്നുള്ളൊരു സംശയം ഇടത്തരക്കാർക്ക് വരും. അത്രമാത്രം ഇടത്തര സമൂഹവുമായി അടുത്ത് നിൽക്കുന്ന കഥാപാത്രങ്ങളാണ് ശ്രീനിവാസൻ സൃഷ്ടിച്ചത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം എഴുതിയ ഡയലോഗുകൾ പലതും മലയാളികളുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമാകുന്നതും. പോളണ്ടിനെ കുറിച്ച് ഒരക്ഷരം മിണ്ടരുത്, എന്നോടോ ബാല, എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ട് ദാസ, പവനായി ശവമായി, വിജയ നമുക്കെന്താ ഈ ബുദ്ധി നേരത്തെ തോന്നാഞ്ഞത്. ഇങ്ങനെ എത്ര ശ്രീനിവാസൻ ഡയലോഗുകൾ ഒന്ന് ഓർമ്മിച്ച് നോക്കിയാൽ നമ്മൾ നിത്യജീവിതത്തിൽ പലപ്പോഴായി പല രീതിയിൽ പ്രയോഗിച്ചിട്ടുള്ള ഡയലോഗുകളാണ്. മലയാളികൾ എല്ലാ ദിവസങ്ങളിലും ഇത് പ്രയോഗിക്കാറുണ്ട്, പല രീതിയിൽ പ്രയോഗിക്കാറുണ്ട്. തമാശ രൂപേണ പ്രയോഗിക്കാറുണ്ട്, അല്ലെങ്കിൽ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് എഴുതുമ്പോൾ അതിൽ പ്രയോഗിക്കാറുണ്ട്. ഈ ഹിറ്റ് ഡയലോഗുകളിൽ പലതും ശ്രീനിവാസൻ ഷോട്ടിൻ്റെ ഇടവേളയിൽ എഴുതിയതാണ് എന്നുകൂടി ഓർക്കുമ്പോഴാണ് അത് അത്രമാത്രം മികവേറിയതും നിത്യഹരിതവുമായി മാറുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രതിഭയെ നമ്മൾ വാനോളം പുകഴ്ത്തേണ്ടി വരുന്നത്. കാലാതീതമായി നിലനിൽക്കുന്ന ഡയലോഗുകളാണ് അദ്ദേഹം എഴുതി വെച്ചത്. ഇപ്പോൾ സന്ദേശം പോലുള്ള സിനിമകൾ എടുക്കുകയാണെങ്കിൽ ഇന്നും സന്ദേശം പ്രസക്തമായി മാറുന്നത് അദ്ദേഹം എത്രയോ കാലം മുമ്പ് ഇന്നത്തെ കാലത്തെക്കുറിച്ച് ചിന്തിച്ചെഴുതിയിരിക്കുന്നു എന്നുള്ള കാര്യം വെച്ചിട്ടാണ്. ഒരു ദിവസം കൊണ്ട് ഒരു സിനിമയുടെ തിരക്കഥ പൂർത്തിയാക്കിയിരുന്ന ആളാണ് ശ്രീനിവാസൻ. ക്ലൈമാക്സ് പോലും ആകാതെ ഇടയ്ക്കുള്ള സീൻ ആദ്യം എഴുതിയിരുന്ന ആളാണ്. ഷോട്ടിൻ്റെ ഇടവേളകളിൽ അടുത്ത സീൻ എഴുതി കൊടുക്കുന്ന സംവിധായകനെ അത്ഭുതപ്പെടുത്തിയ ആളാണ്. അതിനെല്ലാം ഉപരിയായി തനിക്ക് വേണ്ടി മണ്ടൻ കഥാപാത്രങ്ങൾ എഴുതുന്നയാളാണ് ശ്രീനിവാസൻ. എന്തുകൊണ്ട് ഈ താൻ എഴുതുന്ന കഥാപാത്രങ്ങളിൽ മികച്ച കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ മണ്ടനല്ലാത്ത കഥാപാത്രങ്ങൾ താൻ ഏറ്റെടുക്കാത്തത് എന്നതിനെക്കുറിച്ചൊക്കെ ശ്രീനിവാസൻ പിന്നീട് വിശദീകരിച്ചിട്ടുണ്ട്. അത് അസാമാന്യ മികവോടെ അദ്ദേഹം അഭിനയിച്ച് ഫലിപ്പിച്ചിട്ടുമുണ്ട്. ഇങ്ങനെ നിരവധി വിശേഷണങ്ങൾ ശ്രീനിവാസനെ കുറിച്ച് സിനിമാ പ്രവർത്തകർക്ക് പറയാനുണ്ടാകും. പ്രത്യേകിച്ചും സത്യൻ അന്തിക്കാടിനെ പോലുള്ള സിനിമ സംവിധായകർക്ക് പറയാനുണ്ടാകും, പ്രിയദർശന് പറയാനുണ്ടാകും. അങ്ങനെ ഒരുപാട് കഥകൾ കൊണ്ട് നിറഞ്ഞതാണ് ശ്രീനിവാസൻ എന്ന് തന്നെ പറയാം. 2 സിനിമകൾ അദ്ദേഹം സംവിധാനം ചെയ്തു. അപ്പോഴും ശ്രീനി ടച്ച് മലയാളി കണ്ടതാണ്. മലയാളത്തിൻ്റെ ഒരേ ഒരു ശ്രീനിവാസനാണ്, ഇനി ഒരിക്കലും ഉണ്ടാകാത്ത പ്രതിഭയാണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന വ്യക്തിത്വമാണ്. അതാണ് ശ്രീനിവാസൻ. പുതിയ തലമുറകളിലൂടെ ശ്രീനിവാസൻ കഥാപാത്രങ്ങളും അദ്ദേഹത്തിൻ്റെ ഡയലോഗുകളും നമുക്കിടയിൽ തന്നെ ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.
മലയാള സിനിമയുടെ മഹത്തായ ഒരു കാലഘട്ടത്തിൻ്റെ ഓർമ്മപ്പെടുത്തലായി അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളും ഡയലോഗുകളും അദ്ദേഹം അഭിനയിച്ച് അവതരിപ്പിച്ച കഥാപാത്രങ്ങളും നിൽക്കും. പ്രതിഭയുടെ മഹാപൂരകത്തിന് വിട നൽകുകയാണ്. ഒപ്പം നന്ദി. ഇത്രയും നല്ല സിനിമകളും സാമൂഹിക രാഷ്ട്രീയ ബോധ്യമുള്ള സിനിമകളും ലളിതമാക്കി മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ വിഷയങ്ങൾ ലളിതമാക്കി മനസ്സിലാക്കി തന്നതിന്. എന്താണ് ഈ വിഷയത്തിൽ അല്ലെങ്കിൽ ശ്രീനിവാസിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. വാട്സപ്പിൽ പേജ് 10 സ്റ്റോറീസിൻ്റെ വീഡിയോകൾ കിട്ടാനായി കമൻറ്റ് ബോക്സിലുള്ള ലിങ്കുകൾ ക്ലിക്ക് ചെയ്യുക. വാട്സപ്പ് ചാനലിലോ വാട്സപ്പ് ഗ്രൂപ്പിലോ അംഗമാകാം. നന്ദി, നമസ്കാരം.